Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. അറ്റകുറ്റപ്പണികൾക്കായി അടച്ച തിരുവേഗപ്പുറ പാലത്തിലൂടെ രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളുടെ സഞ്ചാരം അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം. ഒരു മാസത്തേക്കാണ് പാലം അടച്ചിട്ടിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട തിരുവേഗപ്പുറ പാലത്തിന് മുകളിലൂടെ രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളുടെ സഞ്ചാരം നടക്കുന്നതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. നിയന്ത്രണങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇരുചക്ര വാഹനങ്ങൾ രാത്രികാലങ്ങളിൽ പാലത്തിലൂടെ കടന്നു പോകുന്നത്. ഇതിനെതിരെ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം നാട്ടുകാർ രംഗത്തെത്തി. രാത്രി 11 മണിക്ക് ശേഷമാണ് 2-3 ആളുകളായി ഇരുചക്ര വാഹനങ്ങൾ പാലത്തിന് മുകളിലൂടെ കടന്നു പോകുന്നത്. നാട്ടുകാർ ഇത് ചോദ്യം ചെയ്യുന്നത് തർക്കങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞാൻ വളാഞ്ചേരി പോയിട്ട് ഒരു 9:45 വരുന്ന സമയത്താണ് ഇതേ കൂടെ ബൈക്ക് പാസ് ചെയ്തത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഇവിടെ ആൾക്കാരോ കാര്യങ്ങളോ ഇവിടെ ഒരു സാധനം വെക്കാനോ പിടിക്കാനോ ഒരാളും ഇല്ല. വലിയ കാര്യങ്ങൾ ഫണ്ട് വാങ്ങിയിട്ട് അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് ആൾക്കാരെ കളിപ്പിക്കാനേ അവർക്ക് ഇതിനുള്ള കഴിവുള്ളൂ. ഞാനിപ്പോ ഇവിടുത്തെ കൂടെ വന്നപ്പോൾ 2 ബൈക്ക് പോയി. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, എല്ലാവരും ബുദ്ധിമുട്ടിയിട്ട് വണ്ടി ഇവിടെയും അവിടെയും വെച്ചിട്ട് ഓരോരുത്തർക്കും അന്നന്ന് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഇവിടെ ആയിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് പോണത്. ഞാൻ പറഞ്ഞു, ഒരു ബൈക്കറിനോട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടുത്തെ വർക്കറാണോ എന്നൊക്കെ അറിയില്ലല്ലോ. വർക്കർ ആയാലും വണ്ടി അന്നൊരു ജീപ്പ് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഒരു വണ്ടി ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം ഈ സൈഡിൽ നമ്മൾ എന്തായാലും സിമെന്റ് ഔട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ മാതിരിയല്ലേ, നടക്കാനുള്ളൊരു തന്നെയുള്ളല്ലോ. പിന്നെ ഇതിന്റെ ഈ 4 പുറം ഒന്നും ചെയ്തിട്ടില്ല. ഒരു വണ്ടി പോണ മാതിരിയാണ് ഈ രാത്രി ഈ സാധനം ഇവിടെ കടത്തം കാണുന്നത്. വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒരു അവസരം കൊടുത്തിക്കുക, വേറെ ഒന്നുമല്ല. വണ്ടി പോവാൻ വേണ്ടിയുള്ള അവസരം കൊടുത്തിട്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടതോടെ ഇക്കഴിഞ്ഞ 1-നാണ് പാലം അറ്റകുറ്റപ്പണികൾക്കായി പൂർണ്ണമായും അടച്ചിട്ടത്. ഒരു മാസത്തേക്കാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇതിനിടെയാണ് രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നത്. ഇത് നിർമ്മാണ പ്രവൃത്തികളെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇത് നിയന്ത്രിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം. ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്ന അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കുകൾ 2-3 ആളുകളൊക്കെ വെച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മളിപ്പോ ഒരു മാസക്കാലത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഇപ്പൊ നമ്മള് ജനങ്ങളുടെ എല്ലാ ദുരിതങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും എന്നാൽ ഇതല്ലാതെ വേറെ പോകാൻ വഴി ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ ഈ പാലം പണി ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസക്കാലത്തോളാണ് നമ്മൾ അടച്ചിട്ടുള്ളത്. ജനുവരി 2-നാണ് അടച്ചത്. അതേപോലെ തന്നെ ഫെബ്രുവരി 2-ന് അതിനുള്ളിൽ നമുക്ക് തുറക്കാനാവും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ ഇത് ബൈക്കുകൾ ഇതിലൂടെ അനിയന്ത്രിതമായിട്ട്, അതായത് പകൽ വെളിച്ചത്തിൽ കൊണ്ടുപോകണില്ല. രാത്രി ഒരു 10 മണിക്ക് ശേഷം ഈ 2-3 ആളെ വെച്ചിട്ട് പോകുന്നൊരവസ്ഥയാണ്. നമ്മൾ തടഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ തെറി പറയുന്ന അല്ലെങ്കിൽ ചീത്ത പറയുന്ന തല്ലാൻ വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ തിരുവേഗപ്പുറ പാലത്തുമ്മ ഉണ്ടാവുന്നത്. സാധാരണക്കാരായ ഒരുപാട് ആളുകളൊക്കെ തന്നെ അല്ലെങ്കിൽ വളണ്ടിയർമാരായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇതിങ്ങനെ പോകാൻ പറ്റില്ലാത്തൊരു പൊതു മുതലാണെന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തി പലരും ഇതിനു വേണ്ടി തുനിയുന്നുണ്ട് ഇവിടെ. പക്ഷെ അവരൊക്കെ ഈ പറയുന്ന രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇപ്പൊ അവർ ഈ വണ്ടി കൊണ്ടുവന്നത്.